നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വെളിച്ച പ്രശ്നത്തിന് പരിഹാരമായില്ല. കാട്ടാനപ്പീടിയിൽ ചോക്കാട് 40 സെന്റ് നിവാസികൾ. നേരം ഇരുട്ടുന്നതോടെ വീട്ടുമുറ്റത്തും നടവഴിയിലും കാട്ടാനക്കൂട്ടം. ജീവൻ ഭയന്ന് സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ കഴിയാതെ ആദിവാസികളടക്കമുള്ള കുടുംബങ്ങൾ ദുരിതത്തിലായി. വെളിച്ചമെത്തിക്കുമെന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള അധികൃതരുടെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി. കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകളെ തടയുന്നതിനായി വനാതിർത്തിയിൽ ആഴമുള്ള കിടങ്ങുകൾ കുഴിച്ചിരുന്നു. ഇത് കാലപ്പഴക്കം കാരണം മണ്ണ് നികന്ന് കിടങ്ങുകൾ ഇല്ലാതായി. പിന്നീട് വലിയ മതിൽ കെട്ടി. കരിങ്കല്ലുകൾ കൊണ്ടുള്ളതായിട്ട് പോലും പല സ്ഥലങ്ങളിലും ആന തകർക്കുകയും ചെയ്തു. പിന്നീട് വനം വകുപ്പ് സോളാർ വേലി സ്ഥാപിച്ചു. ഇതും കാട്ടാനകൾ തകർത്തു. തുടർന്ന് ആദിവാസികൾ പിരിവെടുത്ത് സോളാർ വേലി കെട്ടി. ഇതും ബാറ്ററി കേടുവന്ന് പ്രവർത്തനരഹിതമായി. വീണ്ടും വനം വകുപ്പ് മറ്റൊരു സോളാർ വേലി നിർമ്മിച്ചു. ഇതിന്റെ ഒരു ഭാഗം ആനകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരമിരുട്ടിയാൽ 40 സെന്റ് ഉന്നതിയിൽ മാത്രമല്ല പ്രദേശത്താകെ കാട്ടാനകളുടെ സ്വൈര്യവിഹാരമാണ്. ആദിവാസി വീടുകളും വനവും വളരെ അടുത്താണ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം എടക്കര പത്മിനിയുടെ വീടും ശുചിമുറിയും തകർത്തു. രാത്രിയിൽ പുറത്ത് വെളിച്ചമില്ലാത്തതാണ് ഏറെ ദുരിതമാക്കുന്നത്. വെളിച്ചമെത്തിക്കുമെന്ന അധികാരികളുടെ വാക്കുകളെല്ലാം പാഴ്വാക്കായിരിക്കുകയാണ്. MLA ആയിരുന്ന സമയത്ത് റവന്യൂ മന്ത്രി AP അനിൽകുമാർ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്തിന് സാമ്പത്തിക സഹായമടക്കം ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞു എന്നല്ലാതെ പ്രദേശത്ത് ഇപ്പോഴും വെളിച്ചമെത്താനായിട്ടില്ല. എടക്കര പൽപ്പിനി എന്നാ പറയാ. ഒളിപ്പ് അങ്ങനെയാണ് എടക്കര. പറ്റിയത് തന്നെ ഓളിപ്പോ അങ്ങ് ഹോസ്റ്റലിലാണ്. ഇവര് ഇവിടെ വീട്ടിലാളുണ്ടെന്നു. ആന അതിലങ്ങനെ വന്നു. അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ വന്നിട്ട് ഈ പെരന്റെ അരിക്കൊണ്ട് പോകുന്നു. പെരക്ക് ചാരി അതിൽ ചവിട്ടിയതാണ്. പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞേക്കണേ. കഴിഞ്ഞ ആഴ്ച ഒരു 3 മണിയാകുമ്പോ ഇവിടെ വന്ന് ഗ്രാമ കയറി. എന്നിട്ട് ആൾക്കാരൊക്കെ പാടെ കൂടി ആട്ടാൻ ചെന്നപ്പോ ആന ഒരാട്ടി കൂട്ടിക്കപ്പി. അങ്ങനെ ഉണ്ടായത്. പിന്നെ അങ്ങനെ ഒരാഴ്ച ഫുള്ളും അങ്ങനെ തല്ലിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങാനും കൂടിയും പറ്റാതെ കുട്ടികൾക്കും മക്കൾക്കൊന്നും കളിക്കാനും കൂടിയും പറ്റൂല. പിന്നെ അങ്ങനെ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ടായി. അവരാ താഴെ വീട്ടിലേന്നു. ഒരു ദിവസം ഒരു ഓട്ടോസേന തള്ളിന്ന് കരുതിയാണ്. വണ്ടി കൊണ്ടിങ്ങനെ നിർത്തി കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളൂ. ആന അപ്പൊ ഈ വണ്ടിന്റെ മുന്നിലുണ്ടായിരുന്നു. ഡ്രൈവർ കണ്ടിട്ടില്ലേന്നു ആനേനെ. ലൈറ്റ് ഇല്ലെന്നും. വണ്ടി ഇങ്ങോട്ട് തിരിച്ചിട്ടിക്കുന്നേ റോട്ടിക്ക്. ആക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങള്. ആരോട് പറഞ്ഞിട്ട് ഇതുവരെ ഒരു തെളിവും ഇല്ല. എന്റെ പേര് മാധവി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.